വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെയും പ്രവാചകന്റെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സത്യസന്ധമായ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്, ISM ഇതിന്റെ ദൗത്യം നിർവഹിക്കുന്നത്. സഹോദരങ്ങളെ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് വ്യക്തിപരമായി ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിമർശിക്കാം. ആ വിമർശനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു വാശിയും ആരോടുമില്ല. ISMന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എന്റെ വാചകത്തിന്റെ അവസാനത്തെ വാചകം ഞാൻ കുറിച്ചു വെക്കുന്നത് ഇപ്രകാരമാണ്: വിസ്ഡം സഹപ്രവർത്തകന്മാർക്ക്, സഹോദരങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും തർക്കമില്ല. ആ തർക്കം നിങ്ങൾക്ക് ഒരു സംവാദമെന്ന് ഞാൻ പ്രയോഗിക്കുന്നില്ല, ഒരു വാദപ്രതിവാദമെന്ന് ഞാൻ പ്രയോഗിക്കുന്നില്ല. നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു സംസാരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ISM ആ സംസാരത്തിനും ആ ചർച്ചക്കും നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നത് ISMന്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആ ആൾക്കൂട്ടങ്ങൾ വേണ്ട, നമുക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടതില്ല, ആളുകൾ ഉണ്ടാകേണ്ടതില്ല. നിങ്ങളുടെയും 1-2 പണ്ഡിതന്മാർ നിങ്ങൾ വരിക. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് അല്ലാഹു വല്ലാത്ത ജിന്നുകളോട് സഹായം തേടുന്നത്, മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നതിന് തെളിവാണെങ്കിൽ ഞങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തോട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. വാദപ്രതിവാദം എന്ന് പറയേണ്ടതില്ല, ഒരു സംവാദം എന്ന് പ്രയോഗിക്കേണ്ടതില്ല. മറിച്ചൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒന്ന് സൗഹാർദ്ദത്തോടെ സംസാരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആദർശബോധമുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകളുമായി യോജിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ടതിലെന്ന് ഞങ്ങൾക്കറിയാം. അവർ ആരെങ്കിലും, യോജിക്കുന്നവരോ യോജിക്കാത്തവരോ ആയ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുകൂടി വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ